നമ്മുടെ മൊബൈലിൽ അനാവശ്യമായ ഒരുപാട് പരസ്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു റൂട്ടിലൂടെയെല്ലാമാണ്. അതിനാൽ തന്നെ ഇന്ന് നമ്മൾ ഈ ഒരു റൂട്ടെല്ലാം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ഒട്ടനവധി പരസ്യങ്ങളെല്ലാം വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. തീർച്ചയായും നിങ്ങളുടെ മൊബൈലിലും നിങ്ങൾ ഈ ഒരു സെറ്റിംഗ് എല്ലാം ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ നമ്മൾ പോകുന്നത് മൊബൈലിൻ്റെ സെറ്റിങ്സിലാണ്. സെറ്റിങ്സിൽ പോയി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോൾ ഇവിടെ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗൂഗിളിൽ ലോഗിൻ ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്ന ID എല്ലാം ഇവിടെ കാണിക്കും. മൾട്ടിപ്പിൾ ID എല്ലാം ഉള്ളവർക്ക് അതും കാണിക്കും. അപ്പോൾ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ എല്ലാം ഉള്ളവർക്ക് അവർക്ക് ഏത് ID-യിലാണോ ഈ പരസ്യമെല്ലാം ഒഴിവാക്കേണ്ടത് ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇനിയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി ഈ ഒരു കാര്യമെല്ലാം വരുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നിന്നും താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഇവിടെ നമുക്ക് മൈ ആഡ് സെൻറ്റർ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പലവിധ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കുക. അതായത് നമ്മുടെ ജെൻഡർ, അതുപോലെ നമ്മുടെ ഏജ് ഗ്രൂപ്പ്, ഇപ്പോൾ 35 to 44 ഇയേഴ്സിൻ്റെ ഇടയിലാണ് എൻ്റെ ഏജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കാര്യമെല്ലാം നോക്കിയാണ് നമുക്ക് എത്തരത്തിലുള്ള പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാമാണ് വരുന്നത്, അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിൽപ്പെട്ടവർക്കുള്ള ആ ഒരു പേഴ്സണലൈസ്ഡ് ആഡ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നമുക്കിതൊന്ന് ബാക്ക് ചെയ്യുമ്പോൾ ഇവിടെ മൈ ആഡ് സെൻറ്റർ എന്ന് ഇത് ഓൺ ആയിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇതിൽ ഒന്നുകൂടി ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് എന്നത് ഓൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് ഓഫ് ചെയ്തു വയ്ക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കുറച്ച് സമയമെല്ലാം എടുത്തതിന് ശേഷമാണ് ഇത് ആക്ടിവേറ്റ് ആവുക എന്നെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്കും ഈ ഒരു പ്രശ്നമെല്ലാം കാണിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് ആഡ്സ് എല്ലാം ഒരുപാട് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ ഓഫ് ചെയ്തു വയ്ക്കുക. ഇതുപോലെ നല്ല നല്ല ഇൻഫർമേഷൻ എല്ലാം അറിയുന്നതിന് വേണ്ടി പേജ് എല്ലാം ഫോളോ ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്